രാജ്യത്ത് വീണ ഉണങ്ങാത്ത കണ്ണീരിന് ഇന്ന് 3 ആണ്ട്. ദില്ലിയിലെ ബസ്സിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ നിർഭയയുടെ നിലവിളി കേൾക്കാതെ പോയ രാജ്യത്ത് ഇന്നും സ്ത്രീകൾ സുരക്ഷിതരല്ല. കേസിലെ പ്രതികളിൽ ഒരാളെ വിട്ടയക്കുന്നതിനുള്ള ചർച്ചകളും സജീവമായ ദിവസങ്ങളിലാണ് കൊടും ക്രൂരതയുടെ വാർഷികം എത്തുന്നത്. 2012 ഡിസംബർ 15 അർദ്ധരാത്രിയാണ് ദില്ലിയിലെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന 21-കാരിയെ 6 പേർ അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതീവ ഗുരുതരാവസ്ഥയിൽ ബോധരഹിതയായി റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടി 13 നാളുകൾക്ക് ശേഷം സിംഗപ്പൂരിലെ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. അന്ന് പ്രാർത്ഥനയിലേക്കും കണ്ണീരിലേക്കും ആണ്ടുപോയ ലോകം ആ പെൺകുട്ടിക്ക് നൽകിയ പേരാണ് നിർഭയ. മരണത്തെ ഭയമില്ലാത്തവൾ. അത് ശരിയായിരുന്നു. മരണത്തെ തെല്ലും ഭയമില്ലാതെയാണ് അവൾ ഏറ്റുവാങ്ങിയത്. രാജ്യതലസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് നിർഭയ കൂട്ടബലാത്സംഗം വഴിവെച്ചത്. പക്ഷേ ചേതനയേറ്റ നിർഭയയുടെ സ്വഭാവശുദ്ധിയെ സംശയിച്ചവരും കുത്തിക്കീറി പരിശോധിച്ചവരും കുറവായിരുന്നില്ല. പാതിരാത്രിയും പുരുഷന്റെ കൂടെ യാത്ര ചെയ്തത് എന്തിനെന്ന് ആ സദാചാരവാദികൾക്ക് അറിയണമായിരുന്നു. നിർഭയയെ കാമവെറിക്കിരയാക്കിയവരിൽ അന്ന് പ്രായപൂർത്തിയാകാതിരുന്നയാളെ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതിനുള്ള ചർച്ചകളാണ് ഇന്ന് സജീവമാകുന്നത്. ഇയാളെ തുറന്നുവിടുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഇന്റലിജൻസിന്റെയും രാജ്യത്തിന്റെയും ആകെ പൊതുവികാരം. നിർഭയയുടെ മാതാവ് പറയുന്നു, നിർഭയ കൂട്ടബലാത്സംഗത്തിൽ ദില്ലിയിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യമാകെ പടർന്നു പിടിച്ചു. പാർലമെന്റിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനുള്ള നിയമങ്ങൾ പാസാക്കിയെങ്കിലും രാജ്യത്തിന്റെ നാനായിടങ്ങളിൽ ഇന്നും പിഞ്ചുകുഞ്ഞു മുതൽ വൃദ്ധർ വരെ ക്രൂരബലാത്സംഗങ്ങൾക്കിരയാകുന്നത് വർദ്ധിക്കുകയാണ്. സ്ത്രീ സുരക്ഷയെന്നത് കടലാസിൽ മാത്രം ഉറങ്ങുമ്പോൾ മനുഷ്യ മനസാക്ഷി ഉണരേണ്ടതിന്റെ അനിവാര്യതയാണ് നിർഭയയുടെ ഓരോ വാർഷികവും ഓർമ്മിപ്പിക്കുന്നത്. പെണ്ണായി ജനിച്ചവർക്ക് നിർഭയം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക്.